അപ്പം നമുക്ക് ഗുരുവായൂർ യാത്രയുടെ ബാക്കി വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ ഇപ്പോൾ സമയം 12:45 പുറത്ത് നല്ല മഴയുണ്ട്. എനിക്ക് നീക്കാനൊക്കെ നല്ല മടിയായിരുന്നു. എന്നാലും പിന്നെ ഏട്ടൻ ധൃതി കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ കുളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാലാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം ക്യൂവിൽ നിൽക്കാതെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തൊഴാൻ കഴിയും. നേരത്തെ പോയി കഴിഞ്ഞാന്നൊക്കെ പറഞ്ഞിട്ട് വേഗം കുളിച്ചു, ഉണ്ണീനെ കുളിപ്പിച്ചു. പാതി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ഏട്ടന് കുളിക്കാൻ. അപ്പോൾ ധൃതി വെച്ചിട്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു പ്രധാന സംഭവം എടുക്കാതെയാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. സാരിയിൽ കുത്താൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ സൂചി പിൻ ഉണ്ടായിരുന്നില്ല. അപ്പം അത് മറന്നിട്ടാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് വാങ്ങിച്ചിട്ട് തൊഴാൻ വേണ്ടി കയറാമെന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേനും നേരം വഴുകും. അപ്പോൾ ഏട്ടനതിന് ചീത്ത കേൾക്കും. അപ്പോൾ അതിൽ നല്ലത് ഞാൻ വേറെ എന്തെങ്കിലും വഴി സ്വീകരിക്കുന്നതാണ്. അപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളത് അറിയില്ല. എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ വേഗം പുറപ്പെട്ടിട്ട് സടപടയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഞങ്ങൾ തൊഴാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇപ്പോൾ 1 മണി 1:15 ആയിട്ടുണ്ട്. ഒരു 1:30ക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ പറയുന്നത് പെട്ടെന്ന് ക്യൂവിലൊന്നും അധികം നിൽക്കേണ്ടി വരില്ല, ചിലപ്പോൾ അധികം ആരും നേരത്തെ ഒന്നും വരുന്നുണ്ടായിരിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. ഏകദേശം കണ്ടിടത്തോളം വെക്കേഷനും കാര്യമായിട്ട് നല്ല തിരക്കുണ്ട്. എല്ലാ സമയങ്ങളിലും നല്ല തിരക്കുണ്ട്. അപ്പോൾ തിരക്കിൻ്റെ കാര്യത്തിൽ എന്തായാലും ഒട്ടും മോശമാവാൻ സാധ്യതയില്ല. ഇപ്പം തന്നെ ആളുകൾ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. എന്തായാലും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. കാരണം ഗുരുവായൂരപ്പനെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് ക്യൂവും കാര്യങ്ങളൊക്കെ നന്നേ പറ്റും. അപ്പോൾ ചീർപ്പൊക്കെ കണ്ട് അഡ്ജസ്റ്റ്മെൻറ്റാണ്. ആദിയുടെ പോക്കറ്റിലുണ്ടായിരുന്ന ചീർപ്പാണ് കേട്ടോ. ചീർപ്പും കാര്യമൊന്നും എടുക്കാതെ വന്നിട്ടുള്ളത്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചീർപ്പ് വാങ്ങുക എന്നുള്ള സംഭവമൊക്കെ പിന്നെ അതൊന്നും ഓടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതവിടെ കണ്ണൊക്കെ എഴുതി കൊടുത്തതൊക്കെ ആകെ മൊത്തം പരത്തി ലെവലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സിങ്ങും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ കണ്ടോ, ബെഡിലും കസേരയിലും ഒക്കെ മൊത്തം തുണിയാണ്. ഇവിടെ നിറച്ച് ബോട്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട് റൂമിൽ എവിടെ വന്നാലും ഞങ്ങൾ അലങ്കോലപ്പെടുത്തിയിരുന്നതായിരിക്കും. അങ്ങനെ ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഫോണൊക്കെ ഇവിടെ വെക്കണം. ഫോണും ചെരുപ്പും കാര്യമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പോയിട്ട് തൊഴുത് വന്നിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇനി ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടോ ഈ റൂമിൻ്റെ പുറത്തൊക്കെ. ഇപ്പോൾ ഇവിടെ പുറത്തൊന്നും ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ഓരോരുത്തരും ഓരോ സമയങ്ങളിലായിരിക്കാം തൊഴാനൊക്കെ പോകുന്നത്. എന്തായാലും ഇവിടെ ഫുള്ളാണ്, ആരെയും പുറത്തൊന്നും കാണാനില്ല. അപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾ തൊഴുത് വന്നിട്ടുള്ള സമയമാണ് കേട്ടോ. 5:48. കാരണം 1:30ക്ക് ക്യൂവിൽ നിന്ന് ഞങ്ങൾ തൊഴുതിറങ്ങുന്നത് 4:45-നാണ്. 4:45 ഇറങ്ങിയതുകൊണ്ട് പിന്നെ എന്തായാലും തുലാഭാരം കഴിഞ്ഞിട്ട് പോരാമെന്ന് വിചാരിച്ച് 5 മണി വരെയൊക്കെ ആ തുലാഭാരത്തിൻ്റെ അവിടെ ഓപ്പൺ ചെയ്യുന്നവരവിടെ നിന്നു. അങ്ങനെ ആദ്യം ഏട്ടനും കൂടി പെട്ടെന്ന് പോന്നു കേട്ടോ. അവർക്ക് മൂത്രം വയ്ക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനും ഉണ്ണി ക്ഷമയോടെ അവിടെ നിന്ന് തുലാഭാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കിനും 5:45. പിന്നെ റൂമിലെത്തിയപ്പോൾ 5:48. അപ്പോൾ ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി അവരങ്ങോട്ട് വന്നിട്ട് അപ്പോൾ അവിടെ നിന്ന് വെറും ഒരു കാലിച്ചായൊക്കെ കുടിച്ചു. പിന്നെ ഞാനും ആദ്യം കൂടിയിട്ട് ഒരു 8 മണി സമയത്ത് വെറുതെ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. ആദ്യം ഞാനേ ഉള്ളൂ, ഉണ്ണിയും ഏട്ടനും കൂടി റൂമിൽ കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ വധൂവരന്മാരൊക്കെ അണിഞ്ഞൊരുങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് ഒരുപാട് കല്യാണങ്ങളുണ്ട് തോന്നുന്നു. ഒരുപാട് പേരെ കാണാനുണ്ട് ഇവിടെ. അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അത് കൂടെ. അപ്പം ഞാനതൊക്കെ എൻ്റെ ഫോൺ പകർത്തി നടക്കുകയാണ്. അപ്പോൾ ഏട്ടനെ കൂട്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ഇതൊന്നും സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഏട്ടനോട് ഞാൻ അവിടെ കിടന്നോളാൻ പറഞ്ഞു. ഞാൻ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടൊക്കെ ഭക്ഷണം കഴിക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഉണ്ണി അവിടെ കിടക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ അവരവിടെ കിടന്നു കേട്ടോ. ഞാനും ആദ്യം കൂടി തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ കണ്ടാസ്വദിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ് വന്നു. അപ്പോൾ പിന്നെ വേഗം ഏട്ടനെ വിളിച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞു. അങ്ങനെ ഏട്ടൻ വന്നു. അപ്പോൾ പിന്നെ ഒരുപാട് ഹോട്ടലുകളൊക്കെ തിരഞ്ഞ് നടന്നു. എല്ലാ സ്ഥലങ്ങളിലും ഫുള്ളാണ് കേട്ടോ. നോക്കുമ്പോൾ വിചാരിക്കും എല്ലാ മനുഷ്യന്മാരും ഗുരുവായൂർ അമ്പലത്തിലാണെന്ന് നമുക്ക് തോന്നും കേട്ടോ. അത്രയും തിരക്കായിരുന്നു. അങ്ങനെ ഏതൊക്കെയോ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് അവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിരുന്ന് വേഗം ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ എൻ്റെ സാരിമ ഇവിടുന്ന് സൂചിപ്പിന്ന് കിട്ടിയെന്നുള്ളത്
ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ തൊഴാൻ വേണ്ടി ക്യൂവിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ ആദിയോട് പറഞ്ഞു, ആദ്യം എവിടെന്നെങ്കിലും ഒരു സൂചിപ്പിന്ന് നിലത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തരണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഉത്തരവാദിത്ത ബോധമുള്ള മകൻ എനിക്ക് നടക്കുന്തോറും ഇതാ അമ്മയൊരു പിന്നെ, ഇതാ അമ്മയൊരു പിന്നെ എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മതി കേട്ടോ, ഇനി വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് പിന്നെ കിട്ടിയത്. അതൊരു നല്ല രസകരമായ കാര്യമായിരുന്നു. പിന്നീട് വേഗം റൂമിൽ വന്നിട്ട് അടുക്കി പെറുക്കി എല്ലാം എടുത്ത് വെച്ച് പോവുകയാണ് കേട്ടോ. കാരണം മഴ കാരണത്താൽ ഞങ്ങളവിടെ കുറച്ച് സമയം നിന്നു. അങ്ങനെ കുറേ സമയം പോയി. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ എല്ലാം എടുത്ത് ബസ്സൊക്കെ കയറി വീട്ടിലെത്തുമ്പോഴേക്കും ഒരു നേരമാവാൻ വഴിയുണ്ട്. അങ്ങനെ നമ്മൾ റൂമിനോട് വിട പറഞ്ഞിറങ്ങി കേട്ടോ. എല്ലാം ക്ലീനാക്കി എല്ലാം ബാഗിലാക്കി. അപ്പോൾ എൻ്റെ പച്ച ബാഗ് ധരിക്കുന്നു. ഈ പച്ച ബാഗില്ലാതിപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകാറില്ല. കാരണം ഇതിലെന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് തൂക്കാൻ ഭയങ്കര സുഖമാണ്. അപ്പോൾ ഇതിൻ്റെ എനിക്ക് കൊടുക്കണം കേട്ടോ. അവന് ഇവിടുന്ന് ഫ്രീ കിട്ടിയ സംഭവമാണ്. എന്നാൽ എനിക്കത് നല്ല ഉപകാരമായി. കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കാൻ ഉപകാരമാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ നടക്കും. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ പൂട്ടി ഇറങ്ങി പോവുകയാണ്. ഇനിയിപ്പോൾ ഇന്നാണ് ഇങ്ങനെ ഒരു വരവ് എന്നുള്ളത് അറിയില്ല. അപ്പോൾ പുറത്ത് മഴയൊക്കെ ഉണ്ട്. പക്ഷേ കാത്തു നിന്നിട്ട് കാര്യമില്ല. പിന്നെ വീട്ടിലെത്തുമ്പോഴേക്കും ഒരുപാട് ടൈം ഒഴുകും. അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇനിയിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ഞങ്ങൾ ബസ് കയറിയിരിക്കുന്നവരെ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ കുറവുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ച സ്ഥലം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.